ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായാലും എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടാകുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ്. വെള്ളം കുടിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ലതാണെന്ന് പല കേട്ടറിവുകളും കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്കതൊരു ശീലം വന്നു തുടങ്ങിയത് ചേട്ടൻ്റെ അടുത്തു നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൈറോനോം കഴിക്കും. അത് കഴിഞ്ഞ് ARൻ്റെ പരസ്യമൊന്നുമല്ല. ഇന്ന് മാവരയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവറിലുള്ള മാവാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കി ദോശയുടെ കൂടെ സാമ്പാറായാലോ ഇന്നത്തെ കറി. അപ്പോൾ നമുക്ക് വേഗം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ അതിലേക്ക് കഴുകിയിട്ടതിന് ശേഷം ഞാനൊരു എളുപ്പപ്പണി സാമ്പാറാണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാ പൊടികളും എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ നല്ല ദോശയൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. മോന് കുറച്ച് പാലും ചൂടാക്കി വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദോശയും സാമ്പാറും എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. മോൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴാണ് തനിയെ കഴിക്കാൻ ഞാൻ കൊടുത്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഫിഷ് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വറുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ടേസ്റ്റ് കൂടും. നിങ്ങളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ വറുത്ത് നോക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.